നിസ്കരിക്കാനും നമസ്കരിപ്പിക്കാനും പഠിപ്പിക്കുന്നതല്ലയോ ഖുർആൻ? അതാണ് അത് ജനാധിപത്യം പഠിപ്പിക്കത്തില്ല എന്ന്. നിങ്ങൾ സ്വന്തം വകയിലുള്ള വേദമാണ്. ഞങ്ങളല്ല, ഞാൻ എന്തായാലും ഈ നാട്ടിലുള്ള സകല സാധനവും വായിച്ചിട്ടുള്ള ഒരുത്തനാ. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും പറയണ്ട. ആരാധിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ? ഖുർആനിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ഇപ്പോഴും ഇവിടുത്തെ നിരീശ്വരവാദികളുണ്ട്. യുക്തിവാദികൾ എന്ന് സ്വയം പറയുന്ന യുക്തിരഹിതവാദികളുണ്ട്. അവരൊക്കെയും ശ്രമിക്കുന്നുണ്ട് വിശുദ്ധമായ ഖുർആനിൽ എന്തെങ്കിലും ന്യൂനതകൾ കണ്ടെത്താൻ, വിശുദ്ധ ഖുർആനിൽ എന്തെങ്കിലും കുറവുകൾ കണ്ടെത്താൻ. ഇവരെന്നല്ല, വലിയ വലിയ ബുദ്ധിജീവികൾ ഈ ലോകത്ത് ശ്രമിച്ചിട്ടുണ്ട്. ഗ്യാരി മില്ലർ എന്ന് പേര് പറയുന്ന ക്രൈസ്തവനായ ഒരു ഗണിതശാസ്ത്ര വിദഗ്ധനുണ്ടായിരുന്നു. ഗ്യാരി മില്ലർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിൻ്റെതായ സംഭാവനകളുടെയും പ്രവർത്തനങ്ങളുടെയും ഫലമായി ഒരുപാട് അവാർഡുകളും പുരസ്കാരങ്ങളും ഒക്കെ നേടിയെടുത്തിട്ടുള്ള ലോക പ്രശസ്തനായ ഒരു ഗണിതശാസ്ത്ര വിദഗ്ധനായിരുന്നു. കണക്കുകൾ കൊണ്ട് കളിക്കുന്ന ഒരാളായിരുന്നു ഗ്യാരി മില്ലർ. അദ്ദേഹം ഒരു ക്രൈസ്തവനായിരുന്നു. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് ഒരാഗ്രഹമുണ്ടായി, വിശുദ്ധ ഖുർആൻ ഒന്ന് പഠിക്കണം. എന്തിനാ ഖുർആൻ പഠിക്കുന്നത്? ഖുർആൻ പഠിക്കുന്നത് മുസ്ലിം ആകാൻ വേണ്ടിയിട്ടല്ല, നേരെ മറിച്ച് ഈ ഖുർആനിൽ ന്യൂനതകൾ കണ്ടെത്തണം. വിശുദ്ധമായ ഖുർആനിലെ കുറവുകൾ എനിക്ക് കണ്ടെത്തണം. ഖുർആനിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളും കുറ്റങ്ങളും ഉണ്ടാകും. ഖുർആൻ എന്ന് പറയുന്നത് 10,500 കൊല്ലം മുമ്പ് ഇറങ്ങിയതല്ലേ? ഈ 21ാം നൂറ്റാണ്ടില് തന്നെ പോലെ ഒരു ഗണിതശാസ്ത്ര വിദഗ്ധൻ ഈ ഖുർആനിൽ പഠനം നടത്തിയാൽ ന്യൂനതകൾ ഒരുപാട് കണ്ടെത്താൻ സാധിക്കും. കുറ്റങ്ങളും കുറവുകളും ഒരുപാട് കണ്ടെത്താൻ സാധിക്കും. ഇത് ദൈവത്തിന്റെ ഗ്രന്ഥമല്ല, മറിച്ച് ഇത് മുഹമ്മദ് എന്ന മനുഷ്യൻ എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥമാണ്. ജിബ്രീൽ എന്ന മാലാഖ കൊണ്ടുവന്നതല്ല. ആരെടുത്തോ പോയി അറബി ഭാഷയൊക്കെ പഠിച്ച് അവരിലൂടെ എഴുതിയുണ്ടാക്കിയ ഒരു ഗ്രന്ഥം മാത്രമാണ് ഈ ഖുർആൻ. ഇതിന് യാതൊരുവിധ ദൈവികതയുമില്ല, ഇതിൽ യാതൊരുവിധ ആത്മീയതയുമില്ല. ഇത് മാലാഖയിലൂടെ വരുന്നതല്ല എന്ന് ലോകത്തിന്റെ മുമ്പിൽ എനിക്ക് വിളിച്ചു പറയണം. അതിനു വേണ്ടി ഗ്യാരി മില്ലർ വിശുദ്ധമായ ഖുർആൻ പഠനം നടത്തുകയാണ്. അദ്ദേഹം വിശുദ്ധമായ ഖുർആനിന്റെ ഓരോ അധ്യായങ്ങളിലെ ഓരോ സൂക്തങ്ങളും അദ്ദേഹം പഠനവിധേയമാക്കുകയുണ്ട്. വളരെ എളുപ്പത്തിൽ അവസാനിക്കുമെന്ന് അദ്ദേഹം കരുതിയ പഠനം പക്ഷേ എളുപ്പത്തിൽ അവസാനിച്ചില്ല. ആ പഠനം ഇങ്ങനെ നീണ്ടുപോയി. ഖുർആനിന്റെ ഓരോ ആയത്തുകളിൽ നിന്നും അടുത്ത ആയത്തിലേക്ക്, അതിന്റെ ആഴങ്ങളിലേക്ക്, അതിന്റെ ചിന്തകളിലേക്ക്, അതിൻ്റെതായ മറ്റു പല പഠനങ്ങളിലേക്ക് ഗ്യാരി മില്ലർ ഇങ്ങനെ സഞ്ചരിച്ച് ദിവസങ്ങളോളം കഴിഞ്ഞ്, മാസങ്ങളോളം കഴിഞ്ഞ് ഗ്യാരി മില്ലർ എന്ന ക്രൈസ്തവനായ ഗണിതശാസ്ത്ര വിദഗ്ധൻ, ലോകം കണ്ട ഗണിതശാസ്ത്ര വിദഗ്ധൻ, അദ്ദേഹം ലോകത്തിന്റെ മുന്നിൽ വന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഗ്യാരി മില്ലർ മുസ്ലിം ആവുകയാണ്. അന്നു മുതൽ അദ്ദേഹം ഗ്യാരി മില്ലർ അല്ല, അബ്ദുൽ അഹദ് ഉമർ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട്, ഏകനായ അള്ളാഹുവിന്റെ അടിമയായ ഉമർ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് സ്വീകരിച്ചുകൊണ്ട് ഗ്യാരി മില്ലർ മുസ്ലിം ആവുകയാണ്. നാം ഒന്ന് നോക്കണം, ഖുർആനിലെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ, ഖുർആനിലെ കുറവുകൾ കണ്ടുപിടിക്കാൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ന്യൂനതകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാസങ്ങളോളം വിശുദ്ധമായ ഖുർആനിൽ പഠനം നടത്തിയ ഗ്യാരി മില്ലർ എന്ന ലോകം കണ്ട ഗണിതശാസ്ത്ര വിദഗ്ധനായ മനുഷ്യനാ. പക്ഷേ അദ്ദേഹം മുസ്ലിം ആവുകയാ. എന്താണ് കാര്യമെന്ന് അദ്ദേഹത്തോട് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ വിശുദ്ധമായ ഖുർആനിനെ പഠനം നടത്തുകയാ. എന്റെ മനസ്സിലെ ചിന്ത എന്താ? പഠനം നടത്തിയിട്ട് ലോകത്തിന്റെ മുമ്പിൽ എനിക്ക് വിളിച്ചു പറയണം, ഈ ഖുർആൻ ദൈവിക ഗ്രന്ഥമല്ല, ഈ ഖുർആൻ മുഹമ്മദിന്റെ ഗ്രന്ഥമാ, മുഹമ്മദ് തന്നെ എഴുതി തീർത്ത ഗ്രന്ഥമാ, മുഹമ്മദിന്റെ വചനങ്ങൾ മാത്രമാ എന്നെനിക്ക് ലോകത്തിന്റെ മുന്നിൽ പ്രഖ്യാപിക്കുവാൻ വേണ്ടിയിട്ട വിശുദ്ധമായ ഖുർആനിന് ഞാൻ പഠനം നടത്തിയത്. അങ്ങനെ ഞാൻ ഖുർആനിൽ
പഠനം നടത്തുകയുണ്ടായി. വിശുദ്ധമായ ഖുർആനില് മുഹമ്മദിന്റെ പേര് എത്ര തവണ വന്നിട്ടുണ്ടെന്ന് പഠനം നടത്തുകയുണ്ടായി. കാരണം സ്വന്തമായി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുതിയ ഗ്രന്ഥമാണെങ്കിൽ താൻ പ്രവാചകനാണ്, അല്ലാഹുവിന്റെ പ്രവാചകനാണ്, തനിക്ക് ലോകത്തിന്റെ മുന്നിൽ സ്ഥാനമുണ്ട്, താൻ ഈ ലോകത്തിന്റെ നായകനാണ്, താൻ ഈ ലോകത്തിന്റെ നേതാവാണ്, താൻ പറയുന്നത് എല്ലാവരും അനുസരിച്ചാൽ സ്വർഗമുണ്ട് എന്ന് വാദിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തന്റെ വാദഗതികളെ സത്യമാക്കാൻ വേണ്ടിയിട്ട് വിശുദ്ധമായ ഖുർആനില് എത്രയോ ഭാഗങ്ങളിൽ തന്റെ പേരിങ്ങനെ പറഞ്ഞു പറഞ്ഞു പ്രകീർത്തിക്കേണ്ടെന്ന ആവശ്യമുണ്ട്. അങ്ങനെ ഞാൻ ഖുർആൻ പഠിച്ചു നോക്കി. മുഹമ്മദ് എന്ന നാമം എത്ര തവണയാ ഖുർആനിലുള്ളത്? പക്ഷേ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ദൈവമായി അംഗീകരിക്കുന്ന ഒരു ക്രൈസ്തവനായ നാം ദൈവമായി അംഗീകരിക്കുന്ന ഈസാ നബി ഉണ്ടല്ലോ, യേശുദേവനുണ്ടല്ലോ, ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേര് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ എത്രയോ എത്രയോ ഭാഗങ്ങളിൽ വന്നിരിക്കുകയാ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേര് ഖുർആനിൽ എത്രയോ ഭാഗങ്ങളിൽ വന്നിരിക്കുകയാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേര്, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേര്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേര്, ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേര്, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേര്, ഇങ്ങനെ പല പ്രവാചകന്മാരുടെയും പേരുകൾ എത്രയോ തവണ അധികമായി അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ കൊണ്ടുവന്നിരിക്കുന്നു. എന്നാലോ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് വെറും വിരലിനെണ്ണാവുന്ന 4 സ്ഥലങ്ങളിൽ മാത്രമാ ഞാൻ കണ്ടിട്ടുള്ളത്. അതിലപ്പുറം മുഹമ്മദ് എന്ന നാമം ഖുർആനിലില്ലല്ലോ. അങ്ങനെ സ്വന്തമായി എഴുതിയ ഗ്രന്ഥമാണെങ്കിൽ, സ്വന്തമായി കൊണ്ടുവന്ന വാചകങ്ങളാണെങ്കിൽ എത്രയോ എത്രയോ തവണ തന്റെ പേരതിൽ ആവർത്തിച്ച് കൊണ്ടുവന്ന് തന്റെ പ്രവാചകത്വം സ്ഥിരപ്പെടുത്തിയെടുക്കേണ്ടതാ. പക്ഷേ അങ്ങനെ ഒരു ശ്രമം എനിക്ക് കാണാൻ പറ്റിയില്ല. വെറും 4 സന്ദർഭങ്ങളിൽ മാത്രമാ മുഹമ്മദ് എന്ന പേരെനിക്ക് കാണാൻ പറ്റിയത്. എന്റെ ആ ശ്രമവും പരാജയപ്പെട്ടു പോയി. രണ്ടാമത് വീണ്ടും ഞാൻ അന്വേഷണം നടത്തി. മുഹമ്മദുമായി ബന്ധപ്പെട്ടവരുടെ പേരുകൾ എത്ര തവണ വന്നിട്ടുണ്ട്? മുഹമ്മദിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഫാത്തിമത്തു സഹറബത്തു റളിയല്ലാഹു അൻഹാ, ഫാത്തിമാന്റെ പേര് ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? ഞാൻ അന്വേഷണം നടത്തി. മുഹമ്മദിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിമാരുണ്ടല്ലോ, ഖദീജ റളിയല്ലാഹു അൻഹയുടെ പേര്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേര് വിശുദ്ധ ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? ഞാനും പഠനം നടത്തി. മുഹമ്മദ് മുസ്തഫാന്റെ പ്രിയപ്പെട്ട ഉമ്മയായ ആമിന ബീവിയുടെ പേര് എത്ര തവണ വന്നിട്ടുണ്ട്? ഞാൻ അന്വേഷണം നടത്തി നോക്കി. മുഹമ്മദ് മുസ്തഫാന്റെ വളർത്തുമ്മയായ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ പേര് എത്ര തവണ ഖുർആനിൽ വന്നിട്ടുണ്ട്? ഞാൻ അന്വേഷണം നടത്തി. എന്നാൽ അപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. വിശുദ്ധമായ ഖുർആനില് ഒരേ ഒരു സ്ത്രീയുടെ പേര് മാത്രമാ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. ഒരേ ഒരു സ്ത്രീരത്വത്തിന്റെ പേര് മാത്രമാ ഖുർആനിലുള്ളത്. ആ സ്ത്രീയുടെ പേരില് ഒരധ്യായം തന്നെ ഖുർആനിൽ കൊണ്ടുവന്നിരിക്കുകയാ. ആ സ്ത്രീ ആരാണെന്നറിയുമോ? അത് മുഹമ്മദ് മുസ്തഫാന്റെ പ്രിയപ്പെട്ട പൊന്നുമകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയല്ല. അവിടുത്തെ പ്രിയപ്പെട്ട സഹധർമ്മിണിയായ ഖദീജ റളിയല്ലാഹു അൻഹയല്ല. അവിടുത്തെ പ്രിയപ്പെട്ട സഹധർമ്മിണിയായ ആയിഷ റളിയല്ലാഹു അൻഹയല്ല. അവിടുത്തെ പ്രിയപ്പെട്ട ജന്മം നൽകിയ ഉമ്മയായ ആമിന ബീവിയല്ല. അവിടുത്തെ വളർത്തുമ്മയായ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയല്ല. പിന്നെയോ വിശുദ്ധമായ ഖുർആനിൽ ഞാൻ കണ്ട ഒരേ ഒരു സ്ത്രീയുടെ പേര്, അതേ ഞാൻ ദൈവമായി വിശ്വസിക്കുന്നതായ യേശുദേവന് ജന്മം നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നതായ മറിയമിന്റെ പേര് മാത്രമാ വിശുദ്ധമായ ഖുർആനിൽ ഒരു സ്ത്രീയുടെ പേരായി ഞാൻ കണ്ടിട്ടുള്ളൂ. ആ മറിയമിന്റെ പേരില് ഒരു അധ്യായം തന്നെ ഖുർആനിലുണ്ട്, സൂറത്തു മറിയം എന്ന പേരില്. എന്ന് മാത്രമല്ല, വറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ഇബ്നി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിബീൻ വമറിയം ഇബ്നത ഇംറാൻ അല്ലതി അഹ്സനത് ഫർജഹാ. ആ മറിയം
മറിയമിന്റെ പാതിവൃത്യത്തെ പുകഴ്ത്തിക്കൊണ്ട്, ആ മറിയമിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട്, ആ മറിയമിന്റെ ചാരിത്ര ശുദ്ധിയെ എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനിൽ എത്രയോ ആയത്തുകളാ ഞാൻ കാണുന്നത്. അവിടെയും ഞാൻ പരാജയപ്പെട്ടു പോയില്ലേ? മുഹമ്മദ് മുസ്തഫാന്റെ കുടുംബത്തിലെ ഒരു സ്ത്രീയുടെ പേരും ഖുർആനിലില്ല. എന്നാലോ യേശുദേവന്റെ മാതാവായ മറിയമിന്റെ പേര് ഖുർആനിലുണ്ട്. ആ ശ്രമവും പരാജയപ്പെട്ടു പോയി. വീണ്ടും ഞാൻ ഖുർആൻ പഠിച്ചു നോക്കി. വിശുദ്ധമായ ഖുർആനിലെ ശാസ്ത്ര സത്യങ്ങളിൽ എന്തെങ്കിലും കുറ്റങ്ങൾ ഉണ്ടാകുമോ? ശാസ്ത്ര കണ്ടെത്തലുകളിൽ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടാവുമോ? അങ്ങനെ ഞാൻ പഠനം നടത്തി നോക്കി. ഖുർആൻ പറയുന്ന ഗോളശാസ്ത്രം ഞാൻ എടുത്തു നോക്കി. ഖുർആൻ പറയുന്ന ജന്തുശാസ്ത്രം ഞാൻ എടുത്തു നോക്കി. ഖുർആൻ പറയുന്ന ഭ്രൂണശാസ്ത്രം ഞാൻ എടുത്തു നോക്കി. ഖുർആൻ പറയുന്ന വിവിധ ശാസ്ത്ര സത്യങ്ങൾ ഞാൻ എടുത്തു നോക്കി. എന്നാൽ എവിടെയും ഞാൻ പരാജയപ്പെട്ടു പോയി. വിശുദ്ധമായ ഖുർആനിന്റെ ന്യൂനതകളിലേക്ക് കടന്നു പോകാൻ ശ്രമിച്ച എനിക്ക് പിന്നെ ഹൃദയത്തിന്റെ ഉള്ളിൽ വല്ലാത്ത ഒരാഗ്രഹം വരികയാ. ഈ ഖുർആൻ ഇനിയും പഠിക്കണമല്ലോ. അങ്ങനെ ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോഴാ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ വെല്ലുവിളി നടത്തുന്നത്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. വിശുദ്ധമായ ഖുർആനിനെ നിഷേധിക്കുന്നവരോട്, വിശുദ്ധമായ ഖുർആനിനെ വിമർശിക്കുന്നവരോട്, വിശുദ്ധമായ ഖുർആനിനെ കളവാക്കുന്നവരോട് അല്ലാഹു തന്നെ വെല്ലുവിളി നടത്തുകയാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. ആ മനുഷ്യർ ഈ ഖുർആനിനെ പറ്റിയൊന്ന് ചിന്തിച്ചു നോക്കുന്നില്ലേ? ഈ ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവഗാഹം നടത്തുന്നില്ലേ? എന്തുകൊണ്ടെന്നാൽ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ്, അവർ വിമർശിക്കുന്ന ഈ വിശുദ്ധ ഖുർആൻ ചാരാതിരാതനായ അല്ലാഹുവിൽ നിന്നുള്ള ഗ്രന്ഥമല്ല എങ്കിൽ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങള്, ഒരുപാട് കുറ്റങ്ങള്, കുറവുകള്, ഒരുപാട് ന്യൂനതകള് അവർക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നു. എന്നിട്ടും എന്തേ അവർ ഖുർആൻ പഠിക്കുന്നില്ല? എന്തുകൊണ്ട് അവർ ഖുർആൻ ചിന്തിക്കുന്നില്ല? ഗ്യാരി മില്ലർ എന്ന ക്രൈസ്തവനായ ഗണിതശാസ്ത്ര വിദഗ്ധം പറയുകയാ, എന്റെ ഹൃദയത്തിൽ ഞെട്ടലുണ്ടായി. എന്റെ ഹൃദയത്തിൽ തട്ടി ഉണർത്തിയ ആയത്താ. അങ്ങനെ ഞാൻ ഖുർആൻ പഠിക്കുമ്പോ ഒരു ഗണിതശാസ്ത്ര വിദഗ്ധനായ എനിക്ക് കണക്കുകളോട് വല്ലാത്ത താല്പര്യമാണെങ്കിൽ ഇന്ന് വരെയും ഞാൻ കണ്ടിട്ടില്ലാത്ത നിലയിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ സൂക്തങ്ങള്, വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങള്, വിശുദ്ധ ഖുർആനിലെ വാചകങ്ങളും അക്ഷരങ്ങളും അതേ കണക്കുകൾ കൊണ്ട് വല്ലാതെ ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാ. ഇത്രയുമൊക്കെ അത്ഭുതങ്ങൾ കണ്ടിട്ട് ഈ ഖുർആനിനെ എനിക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ? വിശുദ്ധ ഖുർആനിലെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി പഠനം നടത്തിയ ആൾ ഗ്യാരി മില്ലർ. എന്നാൽ അദ്ദേഹം പറയുന്നു, എന്റെ കണ്ടെത്തലുകളെല്ലാം അത്ഭുതപ്പെട്ടുപോയി. കാരണം ഖുർആനിലെ കുറ്റങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഞാൻ നടത്തിയ ശ്രമങ്ങളൊക്കെയും പരാജയപ്പെട്ടു പോയി. ഇത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വന്തമായി എഴുതിയിട്ട് ദൈവിക ഗ്രന്ഥമാണ് എന്ന് പറയലായിരുന്നു, അങ്ങനെ സ്ഥാപിച്ചെടുക്കലായിരുന്നു എന്റെ ലക്ഷ്യം. പക്ഷേ ഞാൻ അവിടെ പരാജയപ്പെട്ടു പോയി. വിശുദ്ധ ഖുർആൻ ഞാൻ ഉൾപ്പെടെയുള്ളവരോട് ചോദിക്കുന്ന ചോദ്യം എന്നെ തൊട്ടുണർത്തി. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. അവർ ഖുർആൻ പഠിക്കാത്തതെന്താ? അങ്ങനെ പഠിച്ചാൽ അല്ലാഹുവിൽ നിന്നുള്ളതല്ല ഈ ഗ്രന്ഥമെങ്കിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും ന്യൂനതകളും കണ്ടെത്താൻ പറ്റും. പക്ഷെ എനിക്കതിന് സാധിക്കുന്നില്ല. ഞാൻ പരാജയപ്പെട്ടു. ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് ഞാൻ ഇറങ്ങിപ്പോയി. ഒരുപാട് ന്യൂമറോളജിക്കൽ മാജിക്കുകൾ എനിക്ക് വിശുദ്ധമായ ഖുർആനിൽ കാണാൻ സാധിച്ചു. അങ്ങനെ അവസാനം ഞാൻ തീരുമാനമെടുത്തു, ഈ ഖുർആൻ അവതരിപ്പിച്ച റബ്ബിൽ വിശ്വസിക്കാൻ ഞാൻ അങ്ങനെ മുസ്ലിമായി ഗ്യാരി മില്ലറിൽ നിന്നും അബ്ദുൽ അഹദ് ഉമറായി മാറി.